സുന്ദരി പെണ്ണേ സുന്ദരി പെണ്ണേ ആരംഭിക്കുകയാണ്. ചടങ്ങ് വീക്ഷിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി പെണ്ണിനെ ഇരുത്തുന്നതിനായി അദ്ദേഹത്തിന്റെ മണൽക്കോലം സജ്ജീകരിക്കുകയാണ്. ആദ്യമായി അവകാശികൾ ചേർന്ന മണൽക്കോലത്തിൽ പായ വിരിക്കുന്നു. പായ വിരിക്കുന്നതിനുള്ള അവകാശികളായ ഷാരു, വാവ എന്നിവരെ ക്ഷണിക്കുന്നു. പായ വിരിക്കുന്നതിനുള്ള അവകാശികളായ ഷാരു, വാവ എന്നിവരെ ക്ഷണിക്കുന്നു. ശേഷം പായയ്ക്ക് മുകളിൽ പീഠം സജ്ജീകരിക്കുകയാണ്. പീഠം വെക്കുന്നതിന് ജസ്ന, ജോസീന, നിഷ, നിമിഷ, കിങ്ങിണി, ക്രിസ്റ്റീന എന്നിവരെ ക്ഷണിക്കുന്നു.
ശേഷം പീഠത്തിന് മുകളിൽ വെള്ളമിരിക്കുന്നതിനായി സിയോണ കിങ്ങിണി എന്നിവരെ ക്ഷണിക്കുന്നു. പീഠത്തിന് മുകളിൽ വെള്ളമിരിക്കുന്നതിനായി സിയോണ കിങ്ങിണി എന്നിവരെ ക്ഷണിക്കുന്നു. പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും തീരത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും നിരുത്തി പെണ്ണവളെ മങ്കമാർക്കും നിരുത്തി പെണ്ണിനെ അയച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈലാഞ്ചി മണർകോളത്തിൽ സജ്ജീകരിക്കുകയാണ്. മൈലാഞ്ചി സജ്ജീകരിക്കുന്നതിനായി ഷാരുവിനെ ക്ഷണിക്കുന്നു. ക്ഷണിക്കാൻ കിങ്ങിണിയെ ക്ഷണിക്കുന്നു. മൈലാഞ്ചി സജ്ജീകരിക്കുന്നതിനായി കിങ്ങിണിയെ ക്ഷണിക്കുന്നു. അടുത്തതായി കത്തിച്ച ഒരു കോൺ വിളക്ക് മണർകോളത്തിൽ സജ്ജീകരിക്കുകയാണ്. വിളക്ക് വെക്കുന്നതിനായി ഷാലുവിനെ ക്ഷണിക്കുന്നു. കത്തിച്ച ഒരു കോൺ വിളക്ക് മണർകോളത്തിൽ സജ്ജീകരിക്കുകയാണ്. വിളക്ക് വെക്കുന്നതിനായി ഷാലുവിനെ ക്ഷണിക്കുന്നു. വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ചു ശേഷം മൈലാഞ്ചി തെളിക്കുന്നതിനായി പെണ്ണിനെ അവകാശികൾ കൈപിടിച്ച് മണർകോളത്തിലേക്ക് കൊണ്ടുവന്ന് പെണ്ണിനെ തിരുത്തുന്നു. മൈലാഞ്ചി തെളിക്കുന്നതിനായി പെണ്ണിനെ അവകാശികൾ കൈപിടിച്ച് മണർകോളത്തിലേക്ക് കൊണ്ടുവന്ന് പെണ്ണിനെ തിരുത്തുന്നു. എന്തിനായി മന്ദമാർക്ക് ചെന്താമരക്കൈ പടം മൂടുന്നു മൈലാഞ്ചി ചൊല്ലു തൊഴി മൈലാഞ്ചി ഔവ പണ്ട് ചെയ്ത പാപം തീരാനീശോ കൽപ്പിച്ചു തന്നതി മൈലാഞ്ചി കേളു തൊഴി മൈലാഞ്ചി സകല മകളുവതിനു അണിയണമിതു കാരണന്മാരുടെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഗായകസംഘം ഇപ്പോൾ മർത്തോൻ എന്ന പ്രാർത്ഥന ഗാനം ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി ഏവരും എഴുന്നേറ്റ് നിൽക്കുക. കൊണ്ടാടുമ്പോൾ മാലോകരും പ്രാർത്ഥിച്ചു കൂടണം തെറ്റുകുറ്റം പൊറുത്ത് വന്നല്ലോ കണ്ടില്ലേ പ്രിയമുള്ളവരെ, മർത്തോമൻ എന്നത് തിരണയ സമുദായത്തിന്റെ പ്രാർത്ഥനാ ഗാനമാണ്. ഏവരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലായിരിക്കുക. പ്രാർത്ഥനാ ഗാനത്തിന്റെ അന്തസത്ത കാത്തു സൂക്ഷിക്കുന്നതിനായി ഏവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നന്നായി വരേണമേ ഇന്ന് ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സാദൃശ്യത്തിനും ഛായയിലും അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചുകൊള്ളു. പുരുഷന്റെ അകനായിരിക്കുന്നത് നന്നല്ലാത്തതുകൊണ്ട് അവനെയും തുണയുമായി ദൈവമേ സ്ത്രീയെ അങ്ങ് മെനഞ്ഞെടുത്തു. പാപം ചെയ്ത് ദുരിതമാക്കിയ മനുഷ്യത്വത്തെ കർത്താവിശ്വാസികാൽ കഴുകി വിശദീകരിച്ചു. നിർമ്മലയും പരിശുദ്ധവുമായ സഭയെ കൃപ കൊണ്ട് അനുഗ്രഹിച്ച് മണവാട്ടിയേക്ക് മിശിഹായെ ഞങ്ങളുടെയും പ്രിയ മകളുടെ വിവാഹങ്ങളെയും അങ്ങയുടെ മകളെ വിശദീകരിച്ച് ആശീർവദിച്ച് ആന്തരിക സൗന്ദര്യത്താൽ അലങ്കരിക്കണമേ. ഒരു നല്ല ഭാര്യയും നല്ല മാതാവുമാകുവാനുള്ള കഴിവും പക്വതയും നിന്റെ മകൾക്ക് പ്രദാനം ചെയ്യണമേ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയെ പോലെ ഇവൾ സമർപ്പിതയായ കുടുംബിനിയായി തീരട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. എല്ലാവരും ഇരിക്കും. നടക്കേണ്ട ചടങ്ങ്, ഈ ദിവസത്തിന്റെ ഏറ്റവും പ്രത്യേകതയാർന്ന ചടങ്ങ് പെണ്ണിനെ മൈലാഞ്ചി ധരിക്കുക എന്ന ചടങ്ങാണ്. മൈലാഞ്ചി ലേപനം എല്ലാ സമുദായത്തിലുമുള്ള സ്ത്രീകൾ സൗന്ദര്യ സമ്മർദ്ദമായിട്ടാണ് കരുതിപ്പോരുന്നത്. എന്നാൽ ഭാഗ സമുദായത്തിന് ഇത് ഒരു മതാത്മക പ്രതീകമാണ്. ആദ്യ മാതാവായ ഹൗവ വിലക്കപ്പെട്ട കനി പറിക്കുന്നതിന് വേണ്ടി വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് നടന്നു കരങ്ങൾ കൊണ്ട് കനി പറിക്കുകയും ചെയ്തു. തന്മൂലം ഹൗവയുടെ കൈകളും കാലുകളും പാപമയങ്ങളായി. ഈ പാപക്കറ പിന്നീട് വന്ന സ്ത്രീവർഗം മുഴുവന്റെയും കര ചരണങ്ങളെ കളങ്കപ്പെടുത്തിയിരിക്കുന്നു. ഈ പാപക്കറ നീക്കുന്നതിനാണ് പ്രണയക്കാർ മൈലാഞ്ചി ലേപനം എന്ന മഹനീയമായ ചടങ്ങ് നടത്തുന്നത്. ഗായക സംഘം മൈലാഞ്ചി പാട്ടുകളുടെ ആലപിക്കുമ്പോൾ മൈലാഞ്ചിയുടെ അവകാശികൾ തൽസ്ഥാനങ്ങളിൽ മൈലാഞ്ചി ലേപനം നടത്തുന്നു. പ്രിയമുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രണയ സമുദായത്തിന്റെ ഏറ്റവും ആഘോഷപൂർവമായ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഈ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതിനായി എവിടെയും എന്റെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഇവിടെ ആരംഭിക്കപ്പെടുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ, കല്യാണ പാട്ടുകൾ, പുരാതന പാട്ടുകൾ കേൾക്കുമ്പോൾ ആരും തന്നെ കൈയടിക്കാതെയോ ബഹളം വയ്ക്കാതെയോ ഒച്ച വയ്ക്കാതെയോ നൃത്തം ചെയ്യാതെയോ ഇരിക്കരുത് എന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ലൊരു കഴിവുകൾ തോന്നാം. ജീവിക്കുന്നതിനുള്ള അവകാശങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചമരി
എന്ന ശേഷം ചെന്ന നിങ്ങൾ മൈലാഞ്ചി വിളിച്ചതിന് ശേഷം കൈകൾ കഴുകുന്നതിനായി പെണ്ണിനെ അവകാശത്തിൽ തിരികെ കൊണ്ടുപോകുന്നു. ഒരു വല്ലം പൊന്നും പൂവും കരിയിലും കൺകാണാ കുന്നിൽ തിന്നും തിരോടി പാറും പടകാളി പെണ്ണെ നിൻ മണിയിൽ ചാത്തിയ തുളുനാടൻ ചേലിൽ